തുടക്കം മുതൽ തന്നെ ഇറാനെതിരെ നിലകൊണ്ട ട്രംപ് ഒടുക്കം പണി പറ്റിച്ച കാര്യം ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇറാനെ തകർക്കാൻ പോന്നവയായിരുന്നു. അതോടുകൂടി ഇതുവരെ ഇറാനും ഇസ്രയേലും മാത്രമായിരുന്നിടത്തു നിന്നും അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്കയുടെ ഈ എൻട്രി. അതിൽ കുറച്ചൊന്നും ഉലഞ്ഞെങ്കിലും ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ മറുപക്ഷം ചേർന്ന് ആക്രമണം നടത്തിയ യുഎസിനെതിരെ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുമുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതിക്കെതിരായ ആക്രമണങ്ങളിലൂടെ നയതന്ത്രം തകർക്കാൻ അമേരിക്ക തീരുമാനിച്ചതായും ഇതിനുള്ള തിരിച്ചടിയുടെ സമയം, സ്വഭാവം, വ്യാപ്തി എന്നിവ ഇറാനിയൻ സൈന്യം തീരുമാനിക്കുമെന്നും അവർ പറയുന്നുണ്ട്. UN പ്രത്യേക സമ്മേളനത്തിലായിരുന്നു ഇറാന്റെ ഈ പ്രതികരണം. അന്താരാഷ്ട്ര നിയമപ്രകാരം US ആക്രമണത്തിനും ഇസ്രയേലി കടന്നുകയറ്റത്തിനുമെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള പൂർണ്ണവും നിയമാനുസൃതവുമായ അവകാശം ഇറാൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ഇറാന്റെ ആനുപാതിക പ്രതികരണത്തിന്റെ സമയം, സ്വഭാവം, വ്യാപ്തി എന്നിവ തീരുമാനിക്കുന്നത് അതിന്റെ സായുധ സേനയായിരിക്കുമെന്ന് UN-ലെ ഇറാൻ അംബാസിഡർ അമീർ സഈദ് ഇറവാനി വ്യക്തമാക്കുകയുണ്ടായി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുള്ളിലെ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇറാനെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയായതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നിർണായകമായ UN സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. അതിലാണ് ഇറാനിയൻ അംബാസിഡർ ഈ നിലപാട് അറിയിച്ചതും. കെട്ടിച്ചമച്ചതും അസംബന്ധവുമായ ഒരു കാര്യത്തിന്റെ മറവിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ US ആക്രമണം അഴിച്ചുവിട്ടെന്ന് ഇറവാനി ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, സംഘർഷം ഒഴിവാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ അട്ടിമറിക്കുന്നതിൽ ഇസ്രയേലിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. സംഘർഷം 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും ഇതുവരെയും സമാധാനത്തിനുള്ള സൂചനകളൊന്നും മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നുമില്ല. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര പ്രത്യേക സമ്മേളനം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള ഭീഷണികൾ എന്ന അജണ്ട ഇനത്തിന് കീഴിലാണ് വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിലാണ് ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് UN-ലെ ഇറാൻ അംബാസിഡർ അറിയിച്ചതുപോലും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെ വലിയ വില കൊടുക്കേണ്ടി വരുന്ന അടിസ്ഥാനരഹിതവുമായ യുദ്ധത്തിലേക്ക് വലിച്ചയച്ചതായി ഇറവാനി ആരോപിക്കുന്നുണ്ട്. US-ന്റെയും ഇസ്രയേലിന്റെയും നടപടികൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ വിമർശിച്ച ഇറവാനി US, UK, ഫ്രാൻസ്, അവരുടെ യൂറോപ്യൻ സഖ്യകക്ഷികൾ എന്നിവരുടെ നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമായ നടപടികളുടെ ഫലമാണിതെന്നും ഈ രാജ്യങ്ങളുടെ നിശബ്ദതയും ഇരട്ടത്താപ്പുമാണ് പ്രകടമാവുന്നതെന്നും പറയുന്നുണ്ട്. നേരത്തെ 14 ബങ്കർ ബസ്റ്റർ ബോംബുകളും 2 ഡസനിലടക്കം ടോമഹോക്ക് മിസൈലുകളും 125-ലധികം സൈനിക വിമാനങ്ങളും ഉപയോഗിച്ച് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ തങ്ങളുടെ സൈന്യം നശിപ്പിച്ചതായി US ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. മധ്യപൂർവേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ തീവ്രത ഉയർത്തുന്നതാണ് US-ന്റെ ഈ നടപടി. ജൂൺ 13 മുതലാണ് മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞത്. ആദ്യം കയറി ആക്രമിച്ചതാവട്ടെ ഇസ്രയേലുമായിരുന്നു. ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 950 പേർ കൊല്ലപ്പെടുകയും 3450 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മനുഷ്യാവകാശ സംഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അമേരിക്ക കൂടി ഇടപെട്ടതോടുകൂടി യുദ്ധത്തിന്റെ രീതി നല്ലോണം മാറിയിട്ടുണ്ട്. ഇത്രയും കാലം ഉണ്ടായതുപോലെയല്ല. ഇനി അമേരിക്കയുടെ ശത്രുക്കൾ കൂടി ഇറാൻ പക്ഷം ചേർന്ന് കഴിഞ്ഞാൽ പിടിച്ചാൽ നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ്.